സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. നാളെയോടെ കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മുൻകരുതലിന്റെ ഭാഗമായി അടുത്ത 4 ദിവസം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ഗോകുൽ. ചില ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ട്, ശക്തിയായിട്ടുള്ള മഴയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഇനി മറ്റൊന്ന് കാലവർഷത്തിലേക്ക് വന്നാൽ നാളെ എത്തുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, എന്തായാലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും ഇപ്പോൾ നിലവിൽ ഈ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ 14 ജില്ലകൾക്കും ഈ അലർട്ടുകൾ പുറപ്പെടുവിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും കാലവർഷം കേരളത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത് ആ സ്ഥിതി തന്നെ തുടരും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുമുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഈ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റ് കടലിൽ വീശാൻ സാധ്യതയുള്ളതിൽ തന്നെ മത്സ്യബന്ധനം അടക്കമുള്ളവയ്ക്ക് നിലവിൽ നിയന്ത്രണമുണ്ട്. ലക്ഷദ്വീപ് തീരത്താണ് ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിനടക്കം നിയന്ത്രണങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഏർപ്പെടുത്തിയെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾക്കാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ അതിശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനുമൊക്കെയുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മണ്ണിടിച്ചിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് മലയോര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിലും അതേപോലെ തന്നെ അതിശക്തമായ കാറ്റിൽ മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം കൂടി തിരുവനന്തപുരത്തും അതേപോലെ തന്നെ തമിഴ്നാട് പ്രദേശങ്ങളിലുമൊക്കെ ഉള്ളത്. തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട് പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് ഇപ്പോൾ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ 14 ജില്ലയ്ക്കും അതിശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ്. നാളെയോടുകൂടി തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ദുരന്ത നിവാരണ അതോറിറ്റി കൂടി പറയുന്ന ചില വസ്തുതകളുണ്ട്. അതായത് അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ ഈ മരങ്ങൾക്ക് കീഴ് നിൽക്കരുത് അടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ കാറ്റും ഇടിയോടുകൂടിയ മഴയ്ക്കുമുള്ള സാധ്യതയുള്ള തന്നെ കൂടുതൽ ജാഗ്രത മലയോര മേഖലയിലുള്ളവരും അതേപോലെ തന്നെ കടൽ തീര പ്രദേശങ്ങളിലുള്ളവരും സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഈ ശക്തമായ കാറ്റും മഴയും ഉള്ളതിനാൽ തന്നെ സുരക്ഷിതമായ പ്രദേശത്തേക്ക് നീങ്ങണമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ജാഗ്രതാ നിർദ്ദേശത്തിൽ. ശ്രുതി, ശരി, ഓക്കെ. മഴ എന്തായാലും ശക്തമാകുമെന്ന് തന്നെയാണ്. കാലവർഷം നാളെ എത്തുമെന്ന് കൂടിയാണ് മുന്നറിയിപ്പുള്ളത്. ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.